അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വോൾവോയുടെ പുതിയ വണ്ടിയായിട്ടുള്ള C40 റീചാർജിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സ് മൊത്തം ഹാർമൻ കാർഡൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം ബക്കറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC വെൻസ് ഒക്കെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ രീതിയിലത്തെ ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ലെതർ സോഫ്റ്റ് ടച്ചിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 0-ൽ നിന്ന് 100-ലോട്ട് പോകാൻ വേണ്ടിയിട്ട് 4.3 സെക്കൻഡ്സ് മതി. അപ്പോൾ ഗൈസ് ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പൊന്നു നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് വിശാലമായിട്ട് ഇരിക്കാവുന്ന രീതിയിലത്തെ ബക്കറ്റ് സീറ്റാണ്. പിന്നെ അതിനോടൊപ്പം ബൂട്ട് സ്പേസ് അടിപൊളിയായിട്ട് കുറേ ഉണ്ട്. ഒരു ഗ്ലോ ബോക്സ് ആണ് കാണുന്നത്. നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്. ഇവിടെ ഫോൺ വെച്ച് ചാർജ് ആവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതൊരു ഗിയർ പെഡലാണ്. ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ വണ്ടി വേൾഡിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാറാണ്. നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ പുറകുവശത്ത് വന്നേക്കാണ്. അപ്പോൾ കണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള രീതിയിലത്തെ സ്പോയിലറും പിന്നീട് വോൾവോ എന്ന് എഴുതിയിരിക്കുന്ന ബാഡ്ജിങ്ങും അതേപോലെ തന്നെ വണ്ടിയുടെ പേരായ C40. പിന്നെ റീചാർജ് ട്വിൻ എന്ന് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ട്വിൻ മോട്ടറാണ് ഈ വണ്ടിക്കുള്ളത്. അതുകൊണ്ടാണ് റീചാർജ് ട്വിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇവിടെ ഞെക്കിയപ്പോൾ തന്നെ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. വാവ് ഗൈസ് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. കാരണം ഇവിടെ കുറേ വലിയ ബാഗുകളും പിന്നെ ഒരു സ്റ്റെപ്പിയും വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിന് ഇനിയും സ്ഥലമുണ്ട് ഗൈസ്. ഇത് ഇങ്ങനെ ഞെക്കിയാൽ മതി. ഇത് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കും ഗൈസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇതൊരു വെറൈറ്റി ടൈപ്പ് ടെയിൽ ലാമ്പാണ്. കാരണം ഇവിടെ റൂഫിൻ്റെ അവിടെ സൈഡിൽ നിന്നാണ് വന്നിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈഡിലോട്ട് പോകാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല അടിപൊളി വലിപ്പമുള്ള ടയർസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സൈഡ് വ്യൂ മിററാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ലോക്ക് ചെയ്താൽ ഇത് തിരിച്ച് അടഞ്ഞു പോകും. അതേപോലെ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്താൽ അത് തിരിച്ച് തുറക്കുകയും ചെയ്യും. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിനോടൊപ്പം തന്നെ താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്.